നമ്മളെ പയ്യൻ ഇളയ ദളപതി ആള് പൊളിയാണ് കേട്ടോ. കാണുമ്പോഴല്ല ആ സൈസ് അത്രയും മതി. എത്ര നല്ല തീരുമാനങ്ങളാണ് വരുന്നത്. ഇന്നലെ ഒരു തീരുമാനം എടുത്തു. കേട്ടപ്പോൾ ഒരു ഒരു പ്രയാസവും തോന്നി. എന്നാലും തീരുമാനം പൊളിച്ചു. ജയിലിൽ ഇനി അങ്ങനെ മട്ടൻ, ചിക്കൻ, ബീഫ്, വെജിറ്റബിൾസ്, മുട്ട, പാല് ഈ സാധനമൊന്നും കൊടുക്കണ്ട. പകരം പയറും കഞ്ഞിയും കൊടുത്താൽ മതി. അല്ലെങ്കിൽ കഞ്ഞിയും പയറും കൊടുത്താൽ മതി. അപ്പോൾ കുറേ പണം ലാഭിക്കും. ഈ പണമെല്ലാം കൂടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പൈസ കൊടുക്കണം. അവർക്ക് ചിക്കനും മട്ടനും കൊടുത്ത് നല്ല രാഷ്ട്രപൗരന്മാരെ സൃഷ്ടിക്കണം. മനോഹരമായ തീരുമാനം. ആളുകൾ കയ്യടിയോടെ കയ്യടി. വേറൊരു തീരുമാനം നമ്മൾ വീഡിയോയും ചെയ്തു. സിംഗപ്പെണ്ണ് തമിഴ് പോലീസ്, വനിതാ പോലീസ്, ഹെൽപ്പ് ലൈൻ, വനിതാ ഹെൽപ്പ് ലൈൻ, വനിതാ പോലീസ്, അങ്ങനെ വേറൊരു സാധനം. ഇന്നിതാ ഓരോ ദിവസവും ഓരോ ഐറ്റമായിട്ട് ആശ ഇറങ്ങുകയാണ് കേട്ടോ. ഇന്ന് വെട്രി ന്യൂസ്, തമിഴ് വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര് തന്നെ, TVK. അതിൽ വെട്രി എന്ന ഭാഗം മാത്രം എടുത്തുകൊണ്ട് വെട്രി ന്യൂസ് എന്ന് പറയുന്ന ചാനൽ വരാൻ പോവുകയാണ്. കാരണം ഈ മാത്രമല്ല ജനം ചാനലിനെ അവർ നിരോധിക്കുകയും ചെയ്തു. നിരോധിക്കുകയല്ല, അവർക്ക് അവസരവും കൊടുത്തില്ല. കേബിൾ നെറ്റ്വർക്കിനകത്ത് ജനം ചാനലില്ല, ഇപ്പോൾ അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ജനം ചാനലില്ല. അതെങ്ങനെ വന്നു എന്നറിയില്ല. പക്ഷേ ജനം ചാനലില്ല അവിടെ. ഇപ്പോൾ തമിഴ് ജനം ചാനലില്ല. അപ്പോൾ എന്തായാലും വെട്രി ന്യൂസ് എന്ന് പറയുന്ന പുതിയ ന്യൂസ് വരുന്നു. ഒരുപാട് നിയമങ്ങൾ വരുന്നു, ക്ഷേമപ്രവർത്തനങ്ങൾ വരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു 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 കൗതുകകരമായിട്ടുള്ള ഒരു ഇടപാടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായിട്ടുള്ള ആ പാർട്ടി ഉണ്ടായിട്ട്. പക്ഷേ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു, നീതി യോഗത്തിൽ പങ്കെടുക്കുന്നു, കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. ഒരു 30 വർഷത്തെ 25 വർഷത്തെ രാഷ്ട്രീയമായ പ്രതിബദ്ധതയും രാഷ്ട്രീയമായ പക്വതയും വന്ന ആളുകളെപ്പോലെ വളരെ കൃത്യമായി വിജയ് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫെൻറ്റാസ്റ്റിക്. അടിപൊളി ഭരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഭരിക്കേണ്ടത്. ഓരോ കാര്യങ്ങളിലും പുള്ളിക്ക് തീരുമാനമുണ്ട്, വളരെ കൃത്യമാണ്. ഇപ്പോൾ പോലീസിൻ്റെ കാര്യത്തിൽ പെൺസിംഹം എന്നൊക്കെ പറയുന്ന പിന്നെ സിംഗപ്പെണ്ണെന്നൊക്കെ പറയുന്ന പോലീസ് ഉണ്ടല്ലോ, ശരിക്കും അത്യാവശ്യമാണ്. കാരണം സ്ത്രീകളും കുട്ടികളുമാണ് വലിയ ദുരിതം പേറുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ അതിനുള്ള പോലീസ് വന്നു. ജയിലിൽ ഇങ്ങനെ സംവിധാനം വരുന്നു. ജയിലിൽ കിടക്കുന്നവർക്ക് കഞ്ഞിയും പയറും കഴിച്ചാൽ മതി. ആ പൈസ ലാഭിച്ച് അത് കുട്ടികൾക്ക് ആവശ്യമുള്ള പ്രോജക്റ്റുകൾക്ക് വകയിരുത്തുന്നു. അതുപോലെ തന്നെ പിന്നെ അതിനകത്ത് ഞാൻ പറയുന്നൊരു അഭിപ്രായം, വല്ലപ്പോഴായിരിക്കും മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെ കൊടുക്കണം ജയിലിൽ കിടക്കുന്നവർ. അവർ മനുഷ്യരാണ്, ഒരു മനുഷ്യാവകാശം ഉണ്ട് അതിനകത്ത്. എന്നാൽ ഭക്ഷണമാണല്ലോ, അപ്പം ബാക്കിയുള്ള കാര്യങ്ങളല്ലല്ലോ, ആഡംബരമല്ലല്ലോ, ഭക്ഷണമല്ലേ. എന്നാൽ പോലും വലിയ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവസാനം എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഓരോ ദിവസവും തീരുമാനം വരികയാണ്. അപ്പോൾ അവസാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നെടുത്തിരിക്കുന്ന തീരുമാനം വെട്രി ന്യൂസ് തമിഴിൽ വരുന്നു. അപ്പോൾ ചാനലാണത്, പുതിയ ചാനലാണ്, അതും വരുന്നു. ചുരുക്കത്തിൽ തമിഴ്നാടിനെ എല്ലാ അർത്ഥത്തിലും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് മാറ്റിമറിക്കാനുള്ള, വ്യവസ്ഥാപിതമാക്കി കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള പരിപാടികളാണ് വിജയ് ആലോചിക്കുന്നത്. അല്ലാതെ കുറച്ച് ഗിമ്മിക് പ്രോഗ്രാമുകൾ, തട്ടിക്കൂട്ട് പരിപാടികൾ, മറ്റേ നാടകനിലയം നടത്തുന്ന പോലുള്ള സർക്കസ് പരിപാടികളല്ല, മനോഹരമായ പദ്ധതികളാണ് വിജയ് ആസൂത്രണം ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് പലർക്കും അത് കണ്ടു പഠിക്കാം. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള പദ്ധതികളുമായി ഗ്യാസിൻ്റെ കാര്യത്തിൽ, പൈസ കൊടുക്കുന്ന കാര്യത്തിൽ, അത് വീട്ടുകാർക്ക് സൗജന്യമായി സഹായം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ വലിയ അനൗൺസ്മെൻ്റാണ് വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും നമുക്ക് ഇതെന്താണ് അവിടെ കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളത് ഇനിയും വരും ദിവസങ്ങളാണ് നമുക്ക് മനസ്സിലാവുക. എന്തായാലും വെട്രി ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ, തമിഴ് ചാനൽ കൂടി വരുന്നു. അപ്പോൾ തമിഴിൽ പക്ഷേ ഇനോർമസ് നമ്പറാണ് തമിഴ്നാട്ടിലെ ചാനൽ. കേരളത്തിലെ പോലെയല്ല. കേരളത്തിൽ ഒരു 100 ഉണ്ടെങ്കിൽ അവിടെ 1000 ഉണ്ട്. ഒരുപാട് കാര്യം ചെന്നൈ കേന്ദ്രീകരിച്ചൊക്കെ ധാരാളം ചാനലുള്ള സ്ഥലമാണ് തമിഴ്നാട്. എൻ്റർടൈൻമെൻറ്റ് ചാനൽ തന്നെ കേരളത്തിലെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ കുറവാണ്. ഒരു മഴവിൽ മനോരമയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലവേഴ്സ് TVയോ അങ്ങനെ സൂര്യയുടെയോ ഒരു നമുക്ക് വിരലിൽ എണ്ണാവുന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ ഇവിടെയുള്ളൂ. അത് സി ന്യൂസ്, അങ്ങനെ കുറച്ച് വിരലിൽ എണ്ണാവുന്നുള്ളൂ. അതേസമയം ടൺ കണക്കിനാണ്, ഫണ്ടെന്ന് പറഞ്ഞ പോലെ ടൺ കണക്കിനാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ, തമിഴ് ചാനലുകളുള്ളത്. അതിനിടയിൽ ഒരു ന്യൂസ് ചാനൽ കൂടി വരുന്നു, വെട്രി ന്യൂസ്, റൺ ബൈ ജോസഫ് വിജയ്, നമ്മുടെ ഇളയ ദളപതി.